നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തരാവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. അതിനാലാണ് അടിയന്തരാവശ്യങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കാനാവാത്തത് എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. 677 കോടി രൂപ ഫണ്ടിലുണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ല. തുക പാസ്ബുക്കിൽ ഉണ്ടാവും, എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് സർക്കാരിന് അറിയില്ല എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അടിയന്തരാവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചിലവഴിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിനോട് കോടതി മുഖം തിരിച്ചു. സാധ്യമായ എല്ലാ സമയവും നൽകി, ഇനിയും സമയം നൽകാനാവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. തുടർന്ന് SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരേക്കും സാവകാശം നൽകുകയും ചെയ്തു. 677 കോടി രൂപ ദുരന്തം നേരിടാൻ മതിയായ ഫണ്ട് അല്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ മറുപടി നൽകിയപ്പോൾ അത് തങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഹൈക്കോടതി മറുപടി നൽകി. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച തന്നെ കോടതിയിൽ കൃത്യമായ കണക്ക് നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിമർശനത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോടതിയിൽ വിശദാംശങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്ന കാര്യം തനിക്ക് അറിയില്ല. സമയം കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോടതിയിൽ ഹാജരായ ആൾ ഇക്കാര്യം പ്രതിഫലിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്നും അഡ്വാൻസായി നൽകിയ പണത്തിന്റെ കണക്ക് നൽകിയിട്ടുണ്ടോ എന്നും തനിക്കറിയില്ല. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ കോടതിയുടെ മുന്നിൽ ഹാജരായി കൃത്യമായ കണക്ക് നൽകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ട് മാത്രം ദുരന്തബാധിതർക്ക് മതിയാകില്ല എന്നും ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നും മന്ത്രി പറഞ്ഞു. SDRFന്റെ ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് തുക ചിലവാക്കാനാകില്ല എന്നതാണ് പ്രശ്നം. കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ 3ഉം നടപ്പാക്കപ്പെട്ടിട്ടില്ല. SDRF ഫണ്ടിന്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ടുള്ള പണം മാത്രമേ കേരളത്തിന് തരുകയുള്ളൂ എന്ന് കേന്ദ്രം പറയുകയാണ് എങ്കിൽ അപ്പോൾ കേരളം മറ്റു വഴികൾ തേടുമെന്നും മന്ത്രി പറഞ്ഞു. മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് ചൂരൽമലയിലെ ആളുകളുടെ കണ്ണീര് തുടയ്ക്കാൻ ഒരുപാട് പണം വേണ്ടിവരും. അത് നൽകുമോ എന്നതാണ് കേന്ദ്രം പറയേണ്ടത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.